വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ ജബ് ഹം ധീരെ ചൽത്തേയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജബ് ഹം ധീരെ ചൽത്തെ ഹെ കിസ്കി രചന ഹെ? എലൻ ഷോ. കിസ് വിधा की रचना है? यात्रा विवरण. हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ था, हम सब तनाव में थे, पर आज जैसे ही कुर्दिस्तान की अश्ती और ईरान के मेहंदी ने सांस बजाते हुए गाना शुरू किया तो सब मज़े से उनके आसपास नाचने लगे. अचानक लगा जैसे हम किसी धागे से बांधे हुए हैं, लगा जैसे हम जैतून की पत्तियों से सरसरा रहे हैं. उस दिन के अपने परफॉर्मेंस के बारे में कैथरीना अपने डायरी में लिखती है. कैथरीना की वह डायरी लिखे. കൈതറീന തൻ്റെ ഡയറിയിലെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിനെ കുറിച്ച് എന്തെഴുതുമെന്ന് നോക്കാം. ബുധവാർ ഡേറ്റ് കൊടുത്തു. ആജ് മേ ബഹുത് ദുഃഖി ഹും, ഇന്ന് ഞാൻ വളരെ വിഷമത്തിലാണ്. പിछले दिन का हमारा പെർഫോമൻസ് अच्छा न था, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പെർഫോമൻസ് നല്ലതല്ലായിരുന്നു. പതാ നഹി ക്യാ ഹുവ, എന്ത് പറ്റിയെന്നറിയില്ല. ഹം സബ് തനാവ് മേ തെ, നമ്മളെല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. കൽ മേരി തബിയത്ത് ഠീക് ന തി, ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു. മീ അച്ചി തര ഗാന കർ സകി, എനിക്ക് നന്നായിട്ട് പാടാൻ കഴിഞ്ഞില്ല. ഓഡിയൻസ് ഫി ബഹുത് കം തെ, ഓഡിയൻസും വളരെ കുറവായിരുന്നു. കൽ ഹം അച്ചി തര പെർഫോം കരേങ്കെ, നാളെ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए नहीं आ पाएंगी. ये सुनकर मैत्री ने वहीं खड़े होकर उनके लिए परफॉर्म किया. इस अवसर पर महिला और मैत्री के बीच में हुई बातचीत है. മൈഥിയും മഹിളയും തമ്മിലുള്ള സംഭാഷണമാണ്. മഹിള, തുമാര പെർഫോമൻസ് മേ ദേഖ്ന ചാഹത്തി ഹും, നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. മൈഥിയ, ഹമാര പ്രോഗ്രാം 6 ബജെ ശുരു ഹോങ്കെ, നമ്മുടെ പ്രോഗ്രാം 6 മണിക്ക് ആരംഭിക്കും. മഹിള, പെർ മീം വഹാം ആന ശക്തി, പക്ഷേ എനിക്ക് അവിടെ വരാൻ കഴിയില്ലല്ലോ. മൈഥിയോ, ക്യോ? മഹിള, മീൻ ചലന ശക്തി, എനിക്ക് നടക്കാൻ കഴിയില്ല. മൈഥിയോ, കോയി ബാത് നഹി, മീ ആപ്കേലേക്ക് ആവുക, സാരമില്ല, ഞാൻ താങ്കൾക്ക് വേണ്ടി പാടിത്താൻ. മഹിള, ബഹുത് ബഹുത് ശുക്രിയ, വളരെ വളരെ നന്ദി. മൈത്തിയോ, ഇത് തോ ഖുഷിക്ക് ബാത് ഹേ, ഇത് നല്ല സന്തോഷം നിറഞ്ഞൊരു കാര്യമല്ലേ. മഹിള, ആപ്കി ആവാസ് വാക്ക് ഇത്തിനി മീഡി ഹേ, താങ്കളുടെ വോയിസ് എത്ര മനോഹരമാണ്. മൈത്തേയോ, ശുക്രിയ. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ലേക്ക് എലൻ ഷോ के पास एक लड़की आकर उनका काम देखने लगी. उस लड़की का नाम क्या है? ലേക്ക് എലൻ ഷോയുടെ അടുത്ത് വന്നിട്ട് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ നോക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നാണ്. ലുവാന. ലുവാന കിസ്കെ സാത്ത് ലേഖക സെ മിൽനെയായി. രണ്ടാമത് ലുവാന ആരുടെ കൂടെയാണ് ലേഖകനെ കാണാൻ പോയത്? മാനുവൽ. ലുവാനോക്ക് സംസ്ഥാ നാം ക്യാ താ, ലുവാനയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്താണ്? കലാ തിയേത്രോ. ലുവാന ഇറ്റലി के ഫ്രൂലി ഇലാക്കെ में क्या शुरू करना चाहती थी? ലുവാന ഇറ്റലിയുടെ ഫ്രൂലി പ്രദേശത്ത് എന്താരംഭിക്കാനാണ് ആഗ്രഹിച്ചത്? ചൽത്ത ഫിർത്ത തിയേറ്റർ, ഒരു മൂവിങ് തിയേറ്റർ. കലാ തിയേറ്റർ മീൻ കോൺ കോൺട്ടെ, കലാ തിയേറ്ററിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ചിത്രകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ, സംഗീതക്കാർ. ഇസ് ഗ്രൂപ്പ് के एक बेहतरीन डांसर कौन है? ലുവാന. मेरे पास हाँ के अलावा कोई जवाब न था. लेखक की इस कथन का तात्पर्य क्या है? കലാ തിയേറ്ററിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ലുവാന ക്ഷണിച്ചപ്പോൾ ലേഖക സമ്മതം പറഞ്ഞു. എന്താണ് കാരണം? കലാ തിയേറ്ററോ മീൻ ചിത്രക്കാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ. കലാ തിയേറ്ററിൽ ചിത്രക്കാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ലേഖക് ഉൻകെ സാത്ത് യാത്ര കർണ ചാഹത്തെ തെ, ലേഖക് അവരോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. വേക്ക് ചിത്രകാർ ഹേ, അദ്ദേഹം ഒരു ചിത്രകാരനാണ്. ഈ യാത്ര ഉൻകെ ജീവൻ മേ നയ അനുഭവ ദേങ്കെ, ഈ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ പുതിയ അനുഭവങ്ങൾ നൽകും. ഇസ് പ്രോജക്റ്റ് കാ മക്സദ് ക്യാ താ, ഈ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? സ്ലോ ട്രാവൽ കാ അനുഭവം ലേനാത്ത, ഒരു സ്ലോ ട്രാവലിൻ്റെ അനുഭവം നേടുക എന്നതായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. പിവാക്കോ കൊണ്ട, പിവാക്കോ ആരായിരുന്നു? പിവാക്കോ ഏക് ഗധേ ഖാൻ നാം ത, ഒരു ഗധ, ഒരു കഴുതയുടെ പേരാണ് പിവാക്കോ. ലേഖകോ ക്യാ അച്ഛാ ലഗ, ലേഖകന് ഈ യാത്രയിൽ എന്താണ് നല്ലതായി തോന്നിയത്? ശുരുവാത് നദി സേ ദുവാ മാങ്കന ലേഖകോ അച്ഛാ ലഗ, പെർഫോമൻസിൻ്റെ ആരംഭത്തിൽ നദിയിൽ നിന്നും ആശീർവാദം വാങ്ങിച്ചത് ലേഖകന് നല്ലതായി തോന്നി. പിവാക്കോ ചൽത്തി ചൽത്തി രുക് ഗയ ക്യോ, പിവാക്കോ നടന്നു പോകുന്ന സമയത്ത് അവൻ നിന്നു, എന്താ കാരണം? ആകെ നദി രാസ്ത പാർ കർ രഹി തി, പിവാക്കോ ഉസെ പാർ നഹി കർണ ചാഹത്താ താ, മുന്നിലൊരു നദി ഉണ്ടായിരുന്നു, നദി കടക്കണമായിരുന്നു. പിവാക്കയ്ക്ക് നദി കടക്കാൻ താല്പര്യമില്ലായിരുന്നു. ഖൈദറീന കഹാൻ ജാക്കർ ഗാനെ ലഗി,
ഖൈദറീന എവിടെ പോയിട്ടാണ് പാടാൻ തുടങ്ങിയത്? ഖൈദറീന ഗേഹും കി കേത്തമേ ജാക്കർ ഗാനയിലേക്ക്. ഗോതമ്പ് പാടത്ത് പോയിട്ടാണ് ഖൈദറീന പാടാൻ തുടങ്ങിയത്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഖൈദറീന കിസ് കേത്തമേൻ ജാക്കർ ഗാനയിലേക്ക് എന്ന് പറഞ്ഞാൽ ഗേഹും കി കേത്തമേ എന്ന് എഴുതണം. ഉൻകി മണ്ഡലി ക സബ്സെ ചോട്ടാ സദസ്യ കോൺ ഹെ? മൈത്തേയോ. അവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ മെമ്പർ ആരായിരുന്നു? മൈത്തേയോ ആയിരുന്നു. मैतेयो कहाँ रहता है? मैतेयो स्लोवेनिया और इटली के बॉर्डर पर रहता है. मैतेयो स्लोवेनिया इटली बॉर्डറിലാണ് താമസിക്കുന്നത്. लेखक किस पेड़ के नीचे बैठकर कैनवास पर चित्र बना रहा था? ലേഖക് ഏത് വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നാണ് ചിത്രം വരച്ചത്? ജൈതുൻ കെ പേട് കെ നീച്ചെ. ഒലിവ് മരത്തിൻ്റെ താഴെ ഇരുന്നാണ് ലേഖക് ചിത്രം വരച്ചത്. കിസ്നെ സാസ് ബജാക്കർ ഗാന ശുരു കിയ? ആരാണ് സാസ് എന്ന സംഗീതോപകരണം വായിച്ച് പാടിയത്? കുർദിസ്ഥാൻ കെ അഷ്തി और ईरान के മെഹന്തി. उनका आखिरी परफॉर्मेंस कहाँ हुआ? കോഡ്വാഡോ നാം കെ ഏക കമ്മ്യൂൺ കെ കിലേ മേ. അവരുടെ അവസാനത്തെ പെർഫോമൻസ് എവിടെയായിരുന്നു? കോഡ്വാഡോ എന്ന പേരുള്ള കിലയിൽ വെച്ചായിരുന്നു, ഫോർട്ടിൽ വെച്ചായിരുന്നു. പിവാക്കോക്ക് അസ്ലി മാലിക് കോൺ താ? പിവാക്കയുടെ യഥാർത്ഥ യജമാനൻ എൽഫി ആയിരുന്നു. എൽഫി കെ ബേട്ടെ കാ നാം ക്യാ താ? എൽഫിയുടെ മകൻ്റെ പേര് ഏലിയ എന്നായിരുന്നു. ലേഖക് കോ പഹലെ പേട് കാ ചിത്ര ബനാനെ കാ മൻ നഹീ താ പർ ബാദ് മീ ബനാനെ ലഗാ ക്യോ? ലേഖകൻ ആദ്യം ആ വൃക്ഷത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ലേഖന് തോന്നിയില്ലായിരുന്നു, പിന്നെ അദ്ദേഹം ചിത്രം വരച്ചു. എന്താണ് കാരണമെന്നാണ്. ലേഖക് പഹലെ ഉസ് പേട് കുച്ച് ഖാസ് നഹീ ലഗാ താ? ലേഖകൻ ആദ്യം ആ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയും തോന്നിയില്ലായിരുന്നു. ബാദ് മേ പതാ ചലാ കി वो पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था. പിന്നെയാണ് ലേഖന് മനസ്സിലായത് ആ സ്ഥലത്തിലെ ഓണർ ആ എൽഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ വൃക്ഷം നട്ടതെന്ന്. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.